അടൂർ ഗോപാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ പറഞ്ഞു കുടുങ്ങുകയാണ് ചെയ്തത്. അടി തെറ്റി എന്നതിനേക്കാൾ പറഞ്ഞു കുടുങ്ങി. ആ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിക്കുന്നുമില്ല. എന്നാൽ ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്തോറും അദ്ദേഹത്തിന് എതിരായിട്ടുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് കൂടി വരുന്നു. അതേസമയം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ പിന്തുണയ്ക്കാനായി രംഗത്തേക്ക് വരുന്ന മന്ത്രിമാരടക്കമുള്ള ആളുകളെയാണ്. അതായത് അടൂരിനെ വിമർശിക്കാമോ? അടൂർ ഗോപാലകൃഷ്ണൻ ഇത്രയും വലിയ ഒരു സംവിധായകനല്ലേ, ഇത്രയും വലിയ ഒരു കലാകാരനല്ലേ, അദ്ദേഹത്തെ നമുക്ക് വിമർശിക്കാമോ? അദ്ദേഹം പറഞ്ഞതൊരു ഉപദേശമായി എടുത്തുകൂടെ? ആ രീതിയിലുള്ള ഒരു നറേറ്റീവ് ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നതും നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ ഡെറഗേറ്ററി റിമാർക്സ് ഒന്നുമില്ല. ഡെറഗേറ്ററി ആയിട്ടുള്ള റിമാർക്സ് അല്ല അദ്ദേഹം നടത്തിയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ധ്വനി അത് ദളിത് വിഭാഗത്തെ, അതുപോലെ തന്നെ സ്ത്രീകളെ, അവർക്ക് സിനിമ എടുക്കുന്നതിന് മുൻപ് പരിശീലനം നൽകിയാലേ അവരതിന് പ്രാപ്തരാകൂ എന്ന ഒരു ചിന്താഗതിയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ആന്റി വിമൻ അല്ലെങ്കിൽ ആന്റി ദളിത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്കത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ദിനുവയിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ മ്യൂസിയം പോലീസിനും ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. SC/ST ആക്ട് സെക്ഷൻ 3/1 അതനുസരിച്ച് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദിനുവയിൽ മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ മ്യൂസിയം പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. അവർ നിയമോപദേശം തേടാൻ പോവുകയാണ്. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും അതിൽ കേസെടുക്കുക. ഇതുപോലെ ഒരു പരാതി വരികയും അവിടെ അടൂർ ഗോപാലകൃഷ്ണനല്ല മറ്റൊരാളാണ് നിൽക്കുന്നത് എങ്കിൽ ഈ രീതിയിൽ ഉള്ള ഒരു സമയമോ സാവകാശമോ നൽകുമോ? ഇല്ല. അതാണ് അടൂർ ഗോപാലകൃഷ്ണന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.